തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ നടന്നു. ഏറ്റവും മുതിർന്ന അംഗത്തെ വരണാധികാരി ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യിപ്പിച്ചു. ആ അംഗത്തിന് മുൻപാകെ മറ്റംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുകയായിരുന്നു. പുത്തൻവേലിക്കര പഞ്ചായത്തിൽ കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് 1.5 മാസം പിന്നിട്ടിട്ടും തുടർ നടപടി ആയില്ല. 70% പേർ പൈപ്പ് വെള്ളത്തെ ആശ്രയിക്കുന്ന ഇവിടെ പണം കൊടുത്താണ് ഭൂരിപക്ഷം പേരും വെള്ളം വാങ്ങുന്നത്. മലയാളത്തിന്റെ ശ്രീനിവാസൻ അരങ്ങൊഴിഞ്ഞു. പകരം വെക്കാനില്ലാത്ത ചിന്തകൾക്കും ചിരിക്കും വിട. കണ്ടനാട്ടെ വീട്ടുവളപ്പിൽ ആ അതുല്യ കലാകാരന്റെ ഭൗതികദേഹം അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ നടന്നു. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിൽ രാവിലെ 10-നാണ് സത്യപ്രതിജ്ഞ നടന്നത്. ഏറ്റവും മുതിർന്ന അംഗത്തെ വരണാധികാരി ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യിപ്പിച്ചു. തുടർന്ന് ആ അംഗത്തിന് മുൻപാകെ മറ്റംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുകയായിരുന്നു. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിൽ രാവിലെ 10-നാണ് സത്യപ്രതിജ്ഞ നടന്നത്. കോർപ്പറേഷനുകളിൽ രാവിലെ 11:30-നാണ് സത്യപ്രതിജ്ഞ നടന്നത്. കോർപ്പറേഷനുകളിലും ജില്ലാ പഞ്ചായത്തുകളിലും കളക്ടർമാർ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മറ്റിടങ്ങളിൽ അതത് വരണാധികാരികൾക്കായിരുന്നു ചുമതല. ആദ്യ ഭരണസമിതി യോഗവും തുടർന്ന് നടന്നു. നിലവിലെ ഭരണസമിതിയുടെ കാലാവധി ശനിയാഴ്ച അവസാനിച്ചിരുന്നു. ഇതിനാലാണ് അവധി ദിനമായിട്ടും ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങ് നിശ്ചയിച്ചത്. മാള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വരണാധികാരി PM ബാലകൃഷ്ണൻ മുതിർന്ന അംഗം E കേശവൻകുട്ടിക്ക് ആദ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് E കേശവൻകുട്ടി മറ്റ് മെമ്പർമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർ, കുടുംബാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. മാള ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നു. ഭരണാധികാരി മാള AO സുരേഷ് KK മുതിർന്ന അംഗം VB ജയരാജിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തുകൊണ്ട് ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് ജയരാജ് മറ്റ് മെമ്പർമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വെള്ളാങ്ങല്ലൂരിൽ വരണാധികാരിയായ എംപ്ലോയ്മെന്റ് ഓഫീസർ K സനോജ് മുതിർന്ന അംഗം ഷംസു വെളുത്തേരിക്ക് സത്യവാചകം ചൊല്ലി നൽകി. തുടർന്ന് ഓരോ അംഗങ്ങളും ഷംസു വെളുത്തേരിക്ക് മുന്നിൽ സത്യപ്രതിജ്ഞ ചൊല്ലി ചുമതലയേറ്റു. മീഡിയ ടൈം, മാള. തൃശൂരിൽ കോർപ്പറേഷൻ കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ കോർപ്പറേഷൻ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന അംഗം ML റോസിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം കോർപ്പറേഷൻ കൗൺസിലർമാരുടെ പ്രഥമ യോഗം ചേർന്നു. തൃശൂർ കോർപ്പറേഷനിൽ തെരഞ്ഞെടുക്കപ്പെട്ട 56 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തു. കോർപ്പറേഷൻ ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ കോർപ്പറേഷൻ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന അംഗം ML റോസിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് കാളത്തോട് ഡിവിഷനിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ML റോസി മറ്റ് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ, P ബാലചന്ദ്രൻ MLA, മുൻ മേയർമാർ, മുൻ കൗൺസിലർമാർ, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് തെരഞ്ഞെടുക്കപ്പെട്ട കോർപ്പറേഷൻ കൗൺസിലർമാരുടെ പ്രഥമ യോഗം മുതിർന്ന കൗൺസിലറായ ML റോസിയുടെ അധ്യക്ഷതയിൽ കോർപ്പറേഷൻ ഹാളിൽ നടന്നു. മീഡിയ ടൈം, തൃശൂർ. തീരദേശത്തെ തദ്ദേശ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു അധികാരമേറ്റു. തുടർന്ന് ആദ്യ യോഗം ചേർന്നു. പഞ്ചായത്തുകളിൽ 27-നാണ് രാവിലെ പ്രസിഡന്റിനെയും ഉച്ചയ്ക്ക് ശേഷം വൈസ് പ്രസിഡന്റിനെയും തെരഞ്ഞെടുക്കുക. സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും പ്രവർത്തകരും നാട്ടുകാരും എത്തിയിരുന്നു. മാള ബ്ലോക്ക് പഞ്ചായത്തിൽ ഉൾപ്പെട്ട പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിൽ മുതിർന്ന അംഗം PC ബാബുവിന് റിട്ടേണിംഗ് ഓഫീസർ T സുധീഷ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അതിനുശേഷം ബാക്കി 15 പേരും PC ബാബു മുൻപാകെ പ്രതിജ്ഞ ചൊല്ലി. തുടർന്ന് ആദ്യ യോഗം കൂടി. തീരദേശത്തെ തദ്ദേശ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തുടർന്ന് ആദ്യ യോഗം ചേർന്നു. എടതിരുത്തി ഗ്രാമപഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പഞ്ചായത്ത് പരിസരത്ത് നടന്ന ചടങ്ങിൽ വരണാധികാരി MK സ്മിത മുതിർന്ന അംഗം TK ചന്ദ്രബാബുവിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു.
മറ്റു അംഗങ്ങൾക്ക് TK ചന്ദ്രബാബു പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ചടങ്ങിന് ശേഷം ആദ്യ യോഗം ചേർന്നു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ വരണാധികാരി CS ലിജു, മുതിർന്ന അംഗം PT രാമചന്ദ്രന് ആദ്യം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മറ്റംഗങ്ങൾക്ക് PT രാമചന്ദ്രൻ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. മതിലകം ഗ്രാമപഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു അധികാരമേറ്റു. പഞ്ചായത്ത് പരിസരത്ത് നടന്ന ചടങ്ങിൽ വരണാധികാരി റിസാമോൾ മുതിർന്ന അംഗം ലിസി വിൻസെന്റിന് ആദ്യം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മറ്റംഗങ്ങൾക്ക് ലിസി വിൻസെന്റ് പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. പഞ്ചായത്തുകളിൽ 27-നാണ് രാവിലെ പ്രസിഡന്റിനെയും ഉച്ചയ്ക്ക് ശേഷം വൈസ് പ്രസിഡന്റിനെയും തെരഞ്ഞെടുക്കുക. സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും പ്രവർത്തകരും നാട്ടുകാരും എത്തിയിരുന്നു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. അങ്കമാലി നഗരസഭയിൽ ഇനിയും മനസ്സു തുറക്കാതെ സ്വതന്ത്രർ. ഇതോടെ മുന്നണികൾ ആകാംക്ഷയിലാണ്. കേവല ഭൂരിപക്ഷമായ 16 പേരെ തികയ്ക്കാൻ LDFന് 3-ഉം UDFന് 4-ഉം പേരുടെ പിന്തുണ വേണം. ഇത്തവണ വനിതാ സംവരണമായതിനാൽ സ്വതന്ത്രയായി മത്സരിച്ച് ജയിച്ച വനിതാ അംഗം ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് പിടിമുറുക്കിയേക്കുമെന്നാണ് സൂചന. അങ്കമാലി നഗരസഭയിൽ ഭരണമുറപ്പിക്കാൻ സ്വതന്ത്രരുടെ നിലപാട് കാത്ത് മുന്നണികൾ. ഇരു മുന്നണികൾക്കും കേവല ഭൂരിപക്ഷമില്ലാത്തതിനാൽ 4 സ്വതന്ത്രരുടെ പിന്തുണ തേടുന്നതിനായുള്ള ചരടുവലികളിലാണ് പാർട്ടിയും നേതൃത്വവും. ഇത്തവണ വനിതാ സംവരണമായതിനാൽ സ്വതന്ത്രയായി മത്സരിച്ചു ജയിച്ച ലക്സി ജോയി ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് പിടിമുറുക്കിയേക്കുമെന്നാണ് സൂചന. ഇത് 2ാം തവണയാണ് ലക്സി സ്വതന്ത്രയായി മത്സരിച്ചു ജയിക്കുന്നത്. 5 തവണ സ്വതന്ത്രനായി മത്സരിച്ചു ജയിച്ച വിൽസൺ മുണ്ടാടനും താക്കോൽ സ്ഥാനത്തിനായി സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. 31 അംഗ ഭരണസമിതിയിൽ LDFന് 13-ഉം UDFന് 12-ഉം NDAക്ക് 2 പേരുമാണുള്ളത്. ലക്സി ജോയി, വിൽസൺ മുണ്ടാടൻ എന്നിവർക്ക് പിന്നാലെ വർഗീസ് വെബ്ലിയത്ത്, ബിനി കൃഷ്ണൻകുട്ടി എന്നിവരാണ് സ്വതന്ത്രരായി ജയിച്ചവർ. കേവല ഭൂരിപക്ഷമായ 16 പേരെ തികയ്ക്കാൻ LDFന് 3-ഉം UDFന് 4-ഉം പേരുടെ പിന്തുണ വേണം. ഇന്ന് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിനു ശേഷം മാത്രമേ തീരുമാനം വെളിപ്പെടുത്തൂ എന്നാണ് സ്വതന്ത്രരുടെ നിലപാട്. മീഡിയ ടൈം, അങ്കമാലി. പുത്തൻവേലിക്കര പഞ്ചായത്തിൽ കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് 1.5 മാസം പിന്നിട്ടിട്ടും തുടർ നടപടി ആയില്ല. 70% പേർ പൈപ്പ് വെള്ളത്തെ ആശ്രയിക്കുന്ന ഇവിടെ പണം കൊടുത്താണ് ഭൂരിപക്ഷം പേരും വെള്ളം വാങ്ങുന്നത്. ക്രിസ്തുമസ്, പുതുവത്സര ദിനങ്ങൾ ഇത്തവണ പ്രദേശവാസികൾക്ക് രൂക്ഷമായ കുടിവെള്ള ക്ഷാമത്തിൻ്റേതു കൂടിയായിരിക്കും. പുത്തൻവേലിക്കര പഞ്ചായത്തിൽ കണക്കൻകടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഷട്ടറുകൾ തകർന്നതും താൽക്കാലിക ബണ്ട് നിർമ്മാണം പൂർത്തിയാകാത്തതുമാണ് കുടിവെള്ള വിതരണം തടസ്സപ്പെടാൻ കാരണം. പഞ്ചായത്തിൽ പമ്പിങ്ങും പൈപ്പ് വെള്ള വിതരണവും മുടങ്ങിയിട്ട് 1.5 മാസത്തോളമായി. പുത്തൻവേലിക്കര പഞ്ചായത്തിലും പരിസര പ്രദേശങ്ങളിലും ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നതിനായി പണി തീർക്കുന്ന എളന്തിക്കരയെയും കോഴിത്തുരുത്തിനെയും ബന്ധിപ്പിച്ചിട്ടുള്ള താൽക്കാലിക മണൽബണ്ട് നിർമ്മാണം ഇനിയും പൂർത്തിയായിട്ടില്ല. ബണ്ടുപണി പൂർത്തിയായാലും ചാലക്കുടിയാറിൽ കയറിക്കിടക്കുന്ന ഉപ്പുവെള്ളം പോകുന്നതിനായി ഇനിയും കാത്തിരിക്കേണ്ടി വരും. ക്രിസ്തുമസ്, പുതുവത്സര ദിവസങ്ങൾ ഇത്തവണ പ്രദേശവാസികൾക്ക് രൂക്ഷമായ കുടിവെള്ള ക്ഷാമത്തിൻ്റേതു കൂടിയായിരിക്കും. താൽക്കാലിക പരിഹാരം എന്ന നിലയ്ക്ക് 2 ടാങ്കറുകളിൽ ഇവിടെ കുടിവെള്ളം എത്തിക്കുന്നുണ്ടെങ്കിലും അതുകൊണ്ട് യാതൊരു പരിഹാരവുമില്ല. 70% പേർ പൈപ്പ് വെള്ളത്തെ ആശ്രയിക്കുന്ന ഇവിടെ പണം കൊടുത്താണ് ഭൂരിപക്ഷം പേരും വെള്ളം വാങ്ങുന്നത്. 1000 ലിറ്ററിന് 1000 രൂപയാണ് ചാർജ് ഈടാക്കുന്നത്. സാധാരണക്കാരെ സംബന്ധിച്ച് ഇത് നൽകി വെള്ളം വാങ്ങുക എന്നത് ബുദ്ധിമുട്ടാണ്. കൂടുതൽ വാഹനങ്ങളിൽ കുടിവെള്ളം എത്തിക്കണമെന്നും കണക്കൻകടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഷട്ടറുകൾ ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ പുനർനിർമ്മിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് ഇവിടെ ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാൻ നടപടി വേണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകർ അധികൃതർക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. മീഡിയ ടൈം, പുത്തൻവേലിക്കര. മലയാളത്തിന്റെ ശ്രീനിവാസൻ അരങ്ങൊഴിഞ്ഞു. പകരം വെക്കാനില്ലാത്ത ചിന്തകൾക്കും ചിരിക്കും വിട. കണ്ടനാട്ടെ വീട്ടുവളപ്പിൽ ആ അതുല്യ കലാകാരന്റെ ഭൗതികദേഹം അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങി. വിവിധ മേഖലകളിലെ പ്രമുഖരടക്കം 100 കണക്കിന് ആളുകൾ ശ്രീനിവാസനെ യാത്രയാക്കാൻ എത്തിയിരുന്നു. മലയാളത്തിന്റെ ശ്രീനിവാസൻ അരങ്ങൊഴിഞ്ഞു.
ഔദ്യോഗിക ബഹുമതികളോടെ നടന്ന സംസ്കാര ചടങ്ങിൽ മൂത്ത മകൻ വിനീത് ശ്രീനിവാസനാണ് അന്ത്യകർമ്മങ്ങൾ നിർവഹിച്ചത്. ചിതയിൽ തീ കൊളുത്തിയ ശേഷം നിറകണ്ണുകളോടെ ചിതയിലേക്ക് നോക്കി മുഷ്ടി ചുരുട്ടി രണ്ടാമത്തെ മകൻ ധ്യാൻ അച്ഛനെ അഭിവാദ്യം ചെയ്തു. സർക്കാരിന്റെ പ്രതിനിധിയായി മന്ത്രി പി പ്രസാദ് സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. വിവിധ മേഖലകളിലെ പ്രമുഖരടക്കം നൂറുകണക്കിന് ആളുകൾ ശ്രീനിവാസനെ യാത്രയാക്കാനെത്തിയിരുന്നു. സംസ്കാര ചടങ്ങുകൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്തു കൂടിയായ സംവിധായകൻ സത്യൻ അന്തിക്കാട് എല്ലാവർക്കും നന്മ നേരുന്നു എന്ന കുറിപ്പും ഒരു പേനയും ചിതയിൽ വച്ചു. ടൗൺ ഹാളിലും വീട്ടിലുമായി പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള നിരവധി പേരാണ് എത്തിച്ചേർന്നത്. 46 വർഷം നീണ്ടുനിന്ന സിനിമാ ജീവിതത്തിനാണ് തിരശ്ശീല വീണിരിക്കുന്നത്. മലയാളിയുടെ സാമൂഹ്യ ജീവിതവും വ്യക്തിജീവിതവും രാഷ്ട്രീയ ജീവിതവും ഇതുപോലെ സിനിമയിൽ പകർത്തിയ തിരക്കഥാകൃത്തും സംവിധായകനും നടനും വേറെ ഉണ്ടാവില്ല. നർമ്മത്തിന്റെ മേമ്പൊടിയോടെ ശ്രീനിവാസൻ തൻ്റെ സിനിമകളിൽ എത്തിച്ചത് മലയാളിയുടെ പ്രശ്നങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇന്നും കാലിക പ്രസക്തമാണ്. ഒരു പ്രത്യേക കാലഘട്ടത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നില്ല ശ്രീനിയുടെ സിനിമകൾ. എല്ലാ കാലത്തും ചർച്ചയാകുന്നതാണ്. സാമൂഹിക പ്രതിബദ്ധതയുള്ള ആക്ഷേപഹാസ്യങ്ങളിലൂടെ മലയാളികളുടെ മനസ്സു കീഴടക്കിയ ശ്രീനിവാസൻ സിനിമയെ ജീവിതത്തോട് ചേർത്ത് വായിക്കാൻ പഠിപ്പിച്ച കലാകാരൻ കൂടിയാണ്. ആ അതുല്യ പ്രതിഭയ്ക്ക് മീഡിയ ടൈമിൻ്റെ വിട. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. രാജ്യവ്യാപകമായി പ്രവർത്തനം വ്യാപിപ്പിക്കാനൊരുങ്ങി കേരള വിഷൻ. ഇതിന്റെ ആദ്യ ചുവടുവയ്പായി പശ്ചിമ ബംഗാളിൽ കേരള വിഷൻ പ്രവർത്തനം ആരംഭിച്ചു. കൊൽക്കത്തയിലാണ് ഔദ്യോഗിക പ്രഖ്യാപനം നടന്നത്. ബംഗാളിലെ ബാലാജി യൂണിവേഴ്സലുമായി ചേർന്നാണ് KCCL ബംഗ്ലായുടെ പ്രവർത്തനം. കേരളത്തിൽ 70% വിഹിതമുള്ള കേരള കമ്മ്യൂണിക്കേറ്റേഴ്സ് കേബിൾ ലിമിറ്റഡ് രാജ്യത്തെ മുൻനിര മൾട്ടി സിസ്റ്റം ഓപ്പറേറ്ററാണ്. കേരളത്തിൽ വിവിധ പ്രാദേശിക നെറ്റ്വർക്കുകളെ ഒരുമിപ്പിച്ച് വിജയകരമായി നടപ്പാക്കിയ ഓപ്പറേറ്റർമാരുടെ ഉടമസ്ഥതയിലും ഓപ്പറേറ്റർമാർ നയിക്കുന്നതുമായ ബിസിനസ് മോഡൽ ദേശീയ തലത്തിൽ വ്യാപിപ്പിക്കാനാണ് കേരള വിഷൻ ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായാണ് കേരള വിഷൻ പ്രവർത്തനത്തിന് പശ്ചിമ ബംഗാളിൽ തുടക്കം കുറിച്ചത്. പശ്ചിമ ബംഗാളിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ശക്തമായ സാന്നിധ്യമുള്ള ബാലാജി യൂണിവേഴ്സലുമായി ചേർന്നാണ് പ്രവർത്തനം. KCCL ബംഗ്ല എന്ന പേരുള്ള പുതിയ സംരംഭത്തിന്റെ ഉദ്ഘാടനം കൊൽക്കത്തയിൽ നടന്നു. 3, 2, 1. ദീർഘകാലമായി രാജ്യമൊട്ടാകെയുള്ള കേബിൾ TV ഓപ്പറേറ്റർമാർ കാത്തിരിക്കുന്ന വിജയകരമായ ബിസിനസ് മോഡലാണ് KCCL മുന്നോട്ട് വയ്ക്കുന്നതെന്ന് COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞു. കൂട്ടായ കാഴ്ചപ്പാടിന്റെ ശക്തിയുടെ തെളിവാണ് KCCL സൃഷ്ടിച്ച മാതൃകയെന്ന് മാനേജിംഗ് ഡയറക്ടർ PP സുരേഷ് കുമാർ പറഞ്ഞു. കോർപ്പറേറ്റുകൾക്കെതിരെ പൊരുതുവാനുള്ള ഒരു ദേശാന്തര പ്രസ്ഥാനമാവാനുള്ള ദൗത്യമാണിതെന്ന് KCCL ചെയർമാൻ K ഗോവിന്ദൻ പറഞ്ഞു. അധിനിവേശത്തിനെതിരായ ഈ ജനകീയ സംരംഭകത്വ ബദലിന് ഊഷ്മളമായ സ്വീകരണമാണ് കൊൽക്കത്തയിൽ ലഭിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പശ്ചിമ ബംഗാളിൽ പരമാവധി വയർഡ് ബ്രോഡ്ബാൻഡ് വ്യാപനം കൈവരിക്കുകയും അതുവഴി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വികസനം കൈവരിക്കുന്നതിന് ഓപ്പറേറ്റർമാരെയും സർക്കാരിനെയും പിന്തുണയ്ക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് KCCL KVBL COO N പത്മകുമാർ പറഞ്ഞു. And once we established, gradually we will move to promote wired broadband into both urban and rural areas, and thereby we will, as KCCL company, will contribute for the economic development of West Bengal. KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ KV രാജൻ, സുരേഷ് കുമാർ C, ബോർഡ് അംഗങ്ങൾ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. രാത്രിയിൽ വിദ്യാർത്ഥിനികൾ ആവശ്യപ്പെട്ട സ്റ്റോപ്പിൽ ബസ് നിർത്തിയില്ലെന്ന പരാതിയിൽ KSRTC കണ്ടക്ടറെ സർവീസിൽ നിന്ന് പുറത്താക്കി. വെള്ളിയാഴ്ച രാത്രിയിൽ തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ ബസ്സിലെ കണ്ടക്ടർക്കെതിരെ പൊങ്ങം നൈപുണ്യ കോളേജിലെ വിദ്യാർത്ഥിനികളാണ് പരാതി നൽകിയത്. സംഭവത്തിൽ KSRTC വിജിലൻസ് വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ കണ്ടക്ടർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് നടപടി സ്വീകരിച്ചത്.
അങ്കമാലിക്കും മുരുങ്ങൂരിനും ഇടയ്ക്കുള്ള പൊങ്ങം എന്ന സ്ഥലത്താണ് വിദ്യാർത്ഥിനികൾക്ക് ഇറങ്ങേണ്ടിയിരുന്നത്. എന്നാൽ ഇവരെ ഈ സ്റ്റോപ്പിൽ ഇറക്കാതെ ചാലക്കുടി ബസ് സ്റ്റാൻഡിൽ ഇറക്കുകയായിരുന്നു. മാനുഷിക പരിഗണന കണക്കിലെടുത്ത് പൊങ്ങത്ത് ബസ് നിർത്തി നൽകണമെന്ന് മറ്റു യാത്രക്കാർ ആവശ്യപ്പെട്ടെങ്കിലും കണ്ടക്ടർ സമ്മതിച്ചില്ലെന്നും പരാതിയിൽ പറയുന്നു. തുടർന്ന് യാത്രക്കാർ കൊരട്ടി പോലീസിൽ വിവരമറിയിച്ചു. ഇതിനിടെ മുരുങ്ങൂരിലെത്തിയപ്പോൾ ബസ് നിർത്താമെന്ന് കണ്ടക്ടർ അറിയിച്ചു. എന്നാൽ ഇവിടെ ഇറങ്ങിയാൽ തിരികെ പോകാൻ വഴി പരിചയമില്ലെന്ന് ഇവർ അറിയിച്ചു. തുടർന്ന് ഇവരെ ചാലക്കുടി KSRTC സ്റ്റാൻഡിൽ ഇറക്കുകയായിരുന്നു. സംഭവത്തിൽ KSRTC വിജിലൻസ് വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ കണ്ടക്ടർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് നടപടി സ്വീകരിച്ചത്. മീഡിയ ടൈം, ചാലക്കുടി. ഇനി മറ്റു വാർത്തകൾ നോക്കാം ഒറ്റ നോട്ടത്തിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാളയിൽ കോൺഗ്രസ് BJP അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടായി എന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഡേവിസ്. മാളയിൽ ഗ്രാമപഞ്ചായത്തിലേക്ക് വിജയിച്ച LDF ജനപ്രതിനിധികൾക്ക് നൽകിയ സ്വീകരണ ചടങ്ങിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. VR സുനിൽകുമാർ MLA സ്വീകരണം ഉദ്ഘാടനം ചെയ്തു. അഭിവാദനങ്ങൾ ഈ വേദിയിൽ നേരിടുന്നു. വലിയൊരു പോരാട്ടമാണ് ഞങ്ങൾ നയിച്ചത്. ഇടതുപക്ഷ പ്രസ്ഥാനം നയിച്ചത്. കേരളമൊട്ടുക്കും വർഗീയ പ്രസ്ഥാനങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് എല്ലാ വർഗീയ പ്രസ്ഥാനങ്ങളെയും കൂട്ട് ചേർത്തുകൊണ്ട് കോൺഗ്രസ് ഈ കൊച്ചു കേരളത്തിൻ്റെ കമ്മ്യൂണിസത്തെ ഇല്ലാതാക്കാൻ, മതേതരത്വത്തെ ഇല്ലാതാക്കാൻ, ജനാധിപത്യത്തെ ഇല്ലാതാക്കാൻ ശ്രമം നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും. ജനപ്രീതികൾക്ക് പുറമെ വിവിധ ഘടകകക്ഷി നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 30 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തു. ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യൻ മുതിർന്ന അംഗം മേരി തോമസിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ചടങ്ങിൽ 7 പേർ ഈശ്വരനാമത്തിലും ഒരംഗം ദൈവനാമത്തിലും ഒരംഗം അല്ലാഹുവിന്റെ നാമത്തിലും സത്യപ്രതിജ്ഞ ചെയ്തു. 21 അംഗങ്ങൾ ദൃഢപ്രതിജ്ഞ നടത്തി. വാഴാനി ഡിവിഷനിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട മേരി തോമസ് തുടർന്ന് മറ്റ് തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. P. ബാലചന്ദ്രൻ MLA, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് BS പ്രിൻസ്, മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കോണത്തുകുന്ന് പൈങ്ങോട് നിന്ന് കാണാതായ ആളെ പരിസരത്തെ പാടത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. പൈങ്ങോട് മുണ്ടഞ്ചേരി 74 വയസ്സുള്ള സുബ്രഹ്മണ്യനെയാണ് കല്ലേരി പാടത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2 ദിവസമായി സുബ്രഹ്മണ്യൻ വീട്ടിൽ നിന്നും കാണാതായിട്ട്. മൃതദേഹം ഇരിഞ്ഞാലക്കുട താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ഇരിഞ്ഞാലക്കുട പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കയ്പമംഗലം വഴിയമ്പലത്ത് റോഡിൽ തലയടിച്ചു വീണ് പരിക്കേറ്റ നിലയിൽ കണ്ട ആൾ മരിച്ചു. കയ്പമംഗലം വിളക്കുംപറമ്പ് സ്വദേശി കല്ലേപ്പറമ്പിൽ കുമാരൻ നായരുടെ മകൻ സഞ്ജയാണ് മരിച്ചത്. 2 ആഴ്ചയോളം മുൻപ് രാത്രിയിലായിരുന്നു സംഭവം. വഴിയമ്പലം സെന്ററിന് പടിഞ്ഞാറ് ഭാഗത്തുള്ള റോഡിൽ തലയിടിച്ചു വീണുകിടക്കുന്ന നിലയിലാണ് ഇദ്ദേഹത്തെ കണ്ടെത്തിയത്. തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഇദ്ദേഹം ഇന്ന് പുലർച്ചെയാണ് മരിച്ചത്. പുത്തൻചിറ പുലരി സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. ജനുവരി 5 വരെ ടൂർണമെന്റ് തുടരും. ഉദ്ഘാടന മത്സരം സെവൻസ് ഫുട്ബോൾ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് KM ലെനിൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ വർഷം തന്നെ ഞങ്ങളെ സമീപിക്കുകയും സമീപിച്ചപ്പോൾ ഇവിടെ ഗ്രൗണ്ടിന്റെ വർക്ക് നടക്കണ കാരണം അത് കഴിഞ്ഞ വർഷം നടത്താൻ കഴിയാതെ പോയി. ഈ വർഷം നിർബന്ധമായും നല്ല രീതിയിൽ ഇന്ത്യയിലെ പ്രമുഖ സെവൻസ് ക്ലബ്ബുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ടൂർണമെന്റ് നടത്തണം എന്ന അഭിപ്രായം ഞങ്ങളുടെ അസോസിയേഷൻ മുമ്പാകെ വയ്ക്കുകയും അതനുസരിച്ച് ആദ്യമായി അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് നമ്മുടെ പുലരി സ്പോർട്സ് ആർട്സ് ആൻഡ് ക്ലബ്ബ് പുത്തൻചിറയ്ക്ക് വേണ്ടി ഞങ്ങൾ അനുവദിക്കുകയാണുണ്ടായത്. MB സെയ്തു അധ്യക്ഷനായ സമ്മേളനത്തിൽ ചലച്ചിത്ര താരം സലീം ഹസൻ വിശിഷ്ടാതിഥിയായി. KN സജീവൻ, ശശി, TK മധു, BK അബ്ദുൾ ഗഫൂർ, TA അബ്ദുൾ വാഹിദ്, തിരുക്കുളം പ്രദീപ്, സലാം മണ്ണാന്തറ, PR സജീവൻ, മുഹമ്മദ് അസീർ എന്നിവർ സംസാരിച്ചു.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ സത്യപ്രതിജ്ഞ നടന്നു. ഏറ്റവും മുതിർന്ന അംഗത്തെ വരണാധികാരി ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യിപ്പിച്ചു. ആ അംഗത്തിന് മുൻപാകെ മറ്റംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുകയായിരുന്നു. പുത്തൻവേലിക്കര പഞ്ചായത്തിൽ കുടിവെള്ള വിതരണം മുടങ്ങിയിട്ട് 1.5 മാസം പിന്നിട്ടിട്ടും തുടർ നടപടി ആയില്ല. 70% പേർ പൈപ്പ് വെള്ളത്തെ ആശ്രയിക്കുന്ന ഇവിടെ പണം കൊടുത്താണ് ഭൂരിപക്ഷം പേരും വെള്ളം വാങ്ങുന്നത്. മലയാളത്തിന്റെ ശ്രീനിവാസൻ അരങ്ങൊഴിഞ്ഞു. പകരം വെക്കാനില്ലാത്ത ചിന്തകൾക്കും ചിരിക്കും വിട. കണ്ടനാട്ടെ വീട്ടുവളപ്പിൽ ആ അതുല്യ കലാകാരന്റെ ഭൗതികദേഹം അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങി. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.